നിയമപാലനം ഒന്നുമില്ല. ലാത്തിച്ചാർജ് എപ്പോഴാണ് നടത്തുന്നത് പറയും. ഇത് എവിടെ പോലെ ഇവിടെ ക്യൂടൊക്കെ സാറേ, ഇത് എവിടെ പോലെ ഇവിടെ കിടക്കും. ഇത് ഞങ്ങൾ കടം കൊടുത്തല്ലേ ഇവിടെ ജീവിക്കുന്നത്. അത് നിയമമില്ല ഇവിടെ. 2021 പോലീസ് കൺട്രോൾ റൂം വാഹന ആക്രമണ കേസ് റദ്ദാക്കണമെന്നും കേസെടുത്ത പോലീസ് ഓഫീസറെ പിരിച്ചുവിടണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ SP ഓഫീസ് മാർച്ച് വളരെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 10ഓളം പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് ജില്ലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിലുള്ള റൂറൽ SP ഓഫീസിലേക്കാണ് ഇവർ മാർച്ച് നടത്തിയത്. അവിടെ മാർച്ച് വരുന്നതറിഞ്ഞ് ഗാന്ധിമുക്കിൽ വെച്ച് മാർച്ച് പോലീസുകാർ തടയുകയും അവിടെ റോഡ് ഉപരോധിക്കുകയാണ് പിന്നീട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം നടത്തിയത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന പിന്നീട് ഉപരോധത്തിനിടയിലൂടെ ഈ ഇത്രയും ഒരു വാഹനവും കടത്തിവിടാതെ ഇവര് റോഡ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് ഒരു ബൈക്ക് യാത്രക്കാരൻ കടന്നു പോകാനായിട്ട് മുന്നോട്ട് വരികയും ആ ബൈക്ക് യാത്രക്കാരന്റെ മുന്നിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അസഭ്യം പറഞ്ഞുകൊണ്ട് മറ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെല്ലാം ബൈക്ക് യാത്രക്കാരനെ ആക്രമണം നടത്താനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ പോലീസുകാർ ആയിട്ടുള്ളവർ വനിതകളായിട്ടുള്ളവരെ തടയുകയും ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഒരു ആ ലാത്തി പ്രകോപിതരായ ഈ ട്രാൻസ്ജെൻഡർമാർ വനിതാ പോലീസുകാരുടെ കയ്യിൽ നിന്നും ഈ ലാത്തി പിടിച്ചു വാങ്ങുകയും പോലീസുകാർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇവര് വാഹനത്തിന് നേരെ അവിടെ കണ്ട വാഹനങ്ങൾക്ക് നേരെ എല്ലാം ആക്രമണം നടത്തി. സമീപത്തെ കടയിലിരുന്ന ഈ സോഡാ കുപ്പി എടുത്ത് ഈ പോലീസുകാർക്ക് എറിയുകയും SIയുടെ തല പൊട്ടുകയും ഏതാണ്ട് 6ഓളം തുന്നലുകളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പോലീസുകാർ പിന്നീടാണ് പോലീസുകാർ ലാത്തി ചാർജ് നടത്തിയപ്പോൾ ഇവർക്കും ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഘർഷം ഇതിങ്ങനെ കൂടുതൽ നടക്കുമ്പോഴാണ് പിന്നീട് കൂടുതൽ പോലീസുകാരോട് എത്തിയാണ് ഇത് നിയന്ത്രണ വിധേയമാക്കിയെന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാസം ഇവർ കൊല്ലം ഈസ്റ്റിലെ SI മർദ്ദിച്ചു എന്നും പറഞ്ഞിട്ട് കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് ഈ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മ ഒരു മാർച്ച് നടത്തുകയും അവിടെ റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ അടുത്ത ദിവസം തന്നെ കൊല്ലം ഈസ്റ്റിലെ SIയെ അവിടുന്ന് സ്ഥലം മാറ്റിയിരുന്നു. അത്തരം വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കി എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഈ ഒരു സമര വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയായിരിക്കണം ഇന്നലെ ഇവർ ഈ 2021 കേസിന് സമൻസ് ലഭിച്ച ഉടനെ സമരവുമായി എത്തിയത്. പോലീസിന്റെ വാഹനം 2021 പോലീസിന്റെ വാഹനം ഏതാണ്ട് 2021 ഇവർ തടസ്സപ്പെടുത്തിയായിരുന്നു. അന്ന് ഇവർക്ക് 6 പേർക്കെതിരെയാണ് ഈ കേസ് എടുത്തത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ സമൻസ് കിട്ടിയ ഉടനെ അത് റദ്ദ് ചെയ്യണം, ആ കേസ് പിൻവലിക്കണം, ആ SIയെ അവർ അന്ന് കേസെടുത്ത പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇവർ സമരവുമായി എത്തിയത്. ഏതാണ്ട് 20ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് കുന്നിക്കോട് പോലീസ്. നമുക്കറിയാവുന്നതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം സമൂഹത്തിൽ വളരെയേറെ അവഗണനയും ഒക്കെ നേരിടുന്ന ഒരു വിഭാഗമാണ്. വളരെ അപമാനിതയും അവഗണനയും അവർ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം കൂടിയാണ്. പക്ഷേ അവരെ നമ്മുടെ സർക്കാരുകളോ ഭരണ സംവിധാനങ്ങളോ ഒന്നും അവർക്ക് കരുതൽ കൊടുക്കുന്നില്ല. അത്തരത്തിൽ കരുതൽ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. വളരെ വനിതാ പോലീസുകാർ വളരെ നിരന്തരം ശ്രമിച്ചു ആക്രമണം ഉണ്ടാവാതിരിക്കാൻ. പക്ഷേ ആ വനിതാ പോലീസിന്റെ ഇന്ന് ബലമായിട്ട് ഇവർക്ക് ലാത്തികൾ പിടിച്ചു വാങ്ങുകയും പോലീസുകാർക്കെതിരെ അടിക്കുകയും അതേ കണക്ക് അവരുടെ കോപവും രോഷവും എല്ലാം അവർ പുറത്തെടുത്തുകൊണ്ട് അവർ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ്. ഒരു ജോലി സ്ഥലത്താവട്ടെ അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി അവർ കഴിയുന്ന സമയത്താണ് ഇത്ര കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പുറകെ പോകാനും അത് നടക്കാനും അതിനുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അത് ബാധിക്കേണ്ടതാണ്. ഇത്തരം അക്രമങ്ങൾ നിയമപാലകർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ഒരിക്കലും ശരിയായ പ്രവണതയല്ല. അതുകൊണ്ട് എന്തായാലും 20ഓളം പേർക്ക് അവർക്കും പരിക്ക് പറ്റി, പോലീസ് ഓഫീസറായ 10 പേർക്ക് അവർക്ക് പരിക്ക് പറ്റി, അക്രമമായി വളരെ വ്യാപിച്ചു പോയി. എന്തായാലും അവരെ പരിഗണിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയൊരു വിഭാഗം ഈ സമൂഹത്തിലുണ്ടെന്നും അവർക്ക് ഇത്തരത്തിൽ ആക്രമണത്തിന്റെ പാതയിലേക്ക് പോകാതെ തന്നെ അവരെ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്കോ പുതിയ രീതിയിലും ഒക്കെ എത്തിക്കേണ്ട ചുമതല സർക്കാരിനും പൊതുസമൂഹത്തിനും ഉണ്ട്. അവരോടുള്ള അവഗണനയും അപമാനിക്കലും ഒക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ യുവമൊക്കെ വന്നതിന് ശേഷം ഇവരോടൊക്കെ വളരെ പരിഗണനകൾ സമൂഹത്തിൽ നിന്ന് അവർ കിട്ടുന്നുണ്ട്. പലരും പല രീതിയിൽ ഉന്നതിയിലും ഒക്കെ ആകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. കൊട്ടാരക്കരയിലായിരുന്നു ഈ സംഭവം നടന്നത്. 10ഓളം പോലീസുകാർ ആശുപത്രിയിലാണ്. 20ഓളം പേര് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അവരും കേസെടുത്തിരിക്കുകയാണ്. കർമ്മ ന്യൂസ് രാമഭദ്രൻ.